السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമുക്കറിയാം, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു ബറക്കത്തുമില്ല, വളരെ പ്രയാസം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്, ബിസിനസ്സിൽ വളരെ തളർച്ച, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ പ്രൊഫിറ്റബിൾ ആയിട്ടിരുന്ന എൻ്റെ ഒരു ബിസിനസ് ഇപ്പോൾ വളരെയധികം ലോസിലാണ്, നഷ്ടത്തിലാണ്. എന്താ എന്നറിയില്ല. ബാഹ്യമായിട്ടുള്ള കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല, അല്ലെങ്കിൽ ബാഹ്യമായ കാരണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. മറ്റെന്തോ പ്രശ്നമാണ് അതിനുള്ള കാരണമെന്ന് പലരും പറയാറുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ സങ്കടങ്ങൾ നിറയുക, അതുപോലെ രോഗങ്ങളെ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുക. നമ്മുടെ രോഗം മാറുമ്പോൾ ഭാര്യയ്ക്ക് രോഗം, ഭാര്യൻ്റെ മാറുമ്പോൾ മക്കൾക്ക്, മക്കളുടെ മാറുമ്പോൾ ഉമ്മാക്ക്, ഉപ്പാക്ക്, ഇങ്ങനെ ഒരു നിര തന്നെ രോഗികളായിട്ട് ഹോസ്പിറ്റലിലേക്ക് മണ്ടുന്ന അവസ്ഥ. ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മുടെ ക്യാഷെല്ലാം അവിടെ പോകുന്ന അവസ്ഥ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നിലക്കും ജീവിതത്തിൽ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത അവസ്ഥ. ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റു പ്രശ്നം, ഈ പ്രശ്നം മാറുമ്പോൾ ആ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ പൊറുതുമിട്ടിയ അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണിത്. ഇതിനൊക്കെയുള്ള പ്രധാന കാരണം അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനുള്ള പരിഹാരവും ഇൻഷാ അല്ലാഹ്. ഏതായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും, നിങ്ങൾക്ക് വല്ലാതെ ഉപകാരപ്പെടും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഈ ലോകത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും തന്നെ ഇതിൻ്റേതായിട്ടുള്ള ഒരു അണുമണി തൂക്കമെങ്കിലും ഇതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകൾ വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഏതാണ് ആ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് പറയാം. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ആദ്യമേ പറയട്ടെ പ്രിയരെ, ഇത് കണ്ടിട്ട് ഇതിൽ പറയുന്ന പരിഹാരം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. എന്നാലേ ഇതിൽ നിന്ന് ഒരു റിക്കവറി, ഇതിൽ നിന്നുള്ള ഒരു മഖ്റജ്, ഒരു രക്ഷ നമുക്ക് അല്ലാഹു നൽകുള്ളൂ. ഏതായാലും വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സിഹറാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. അതുപോലെ കണ്ണേറാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. അസൂയയാണ് അതിൻ്റെ പിന്നിലെ കളിക്കുന്നവൻ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നാവേറാണ്. ഇതുപോലെയുള്ള ശൈത്വാനികവും അതുപോലെ മനുഷ്യപരവുമായിട്ടുള്ള കുതന്ത്രങ്ങളാണ്, അവരുടേതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളാണ് നമ്മെ ഈ തരത്തിൽ കടങ്ങളില്ലാത്ത വ്യക്തിയെ കടങ്ങളാക്കിയതിന് പിന്നിലും, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരനെ തളർച്ചയുള്ള അല്ലെങ്കിൽ തളർച്ച പറ്റിയ ഒരു ബിസിനസ്സുകാരനാക്കി അല്ലെങ്കിൽ ബിസിനസ്സാക്കി മാറ്റിയതിൻ്റെ പിന്നിലെ രഹസ്യവുമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ 99.9% പ്രശ്നങ്ങൾക്കും പിന്നിലെ കാരണങ്ങൾ സിഹറാണ്, കണ്ണേറാണ്, നാവേറാണ്, അസൂയയാണ്. വളരെ കൃത്യമായിട്ട് പറയാം. ഇത് കാരണം കടമില്ലാത്തവന് കടങ്ങൾ കൂടും, അതുപോലെ പ്രശ്നങ്ങളില്ലാത്തവന് പ്രശ്നങ്ങൾ വർദ്ധിക്കും, ടെൻഷനില്ലാത്തവന് ടെൻഷനുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയിന് പോലെ പടരും. ഒരു വ്യക്തിക്ക് മാറിയാൽ അടുത്ത വ്യക്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രോഗങ്ങൾ പടരും. ഇതാണ് ഈ കണ്ണേറിൻ്റെയും അസൂയയുടെയും നാവേറിൻ്റെയും അതുപോലെ തന്നെ സിഹിറിൻ്റെയും ഒക്കെ ആഘാതം നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അല്ലാഹു കാക്കട്ടെ, ആമീൻ. നമുക്കറിയാം, ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് രക്ഷയാണ്, പരിഹാരമാണ്. അതാണ് ഇനി പറയുന്നത്. നമുക്കറിയാം, സിഹറിൽ നിന്ന് പരിഹാരം നൽകുന്ന ഒരുപാട് സൂറത്തുകളുണ്ട്, ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവകളൊക്കെ കണ്ട വ്യക്തികൾ അതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുക. കഴിയുമെങ്കിൽ പറയുന്ന എല്ലാ പരിഹാര മാർഗങ്ങളും മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോയിലൂടെ പറയുന്നത് സൂറത്തു യാസീനിലെ ഒരു ആയത്തുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ആയത്താണ്, വളരെ പവർഫുള്ളാണ്. പവർഫുൾ എന്ന് പറഞ്ഞാലും പോരാ, അതിലേറെ പവർഫുൾ അങ്ങനെ ഇരട്ടിക്ക് പറഞ്ഞാലും അതിൻ്റെ പവർ കുറയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പവർ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. അത്ര പവറുണ്ട് ഈ ഒരു ആയത്തിന്. അൽഹംദുലില്ലാ. ആയത്ത് ഏതെന്നല്ലേ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇതാണ് ആയത്ത്. ചെറിയ ആയത്താണ്, കുറഞ്ഞ സമയം മതി, കൂടുതൽ നമുക്ക് എണ്ണി ചൊല്ലി തീർക്കാൻ നമുക്ക് സാധിക്കും. ഇതിനുള്ള പരിഹാരം 12,000 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ആയത്ത് നമ്മൾ ചൊല്ലുക. ഒരു പരിഹാരമാണ് പറയുന്നത്, മറ്റൊരു പരിഹാരം കൂടെയുണ്ട്.
12,000 എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മണ്ടി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ വീഡിയോ ഓഫാക്കി പോകണ്ട. ഒറ്റ പരിഹാരം, ഇതുപോലെ മറ്റൊരു പരിഹാരം കൂടെയുണ്ട്. അപ്പോൾ ചൊല്ലേണ്ട രീതി 12,000 പ്രാവശ്യം. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സലാമു ഖൗലം ആദ്യം ബിസ്മി ചൊല്ലുക, എന്നിട്ട് ഇങ്ങനെ സലാമു ഖൗലം റബ്ബി സലാമു ഖൗലം റബ്ബി റഹീം സലാമു ഖൗലം റബ്ബി റഹീം എന്നിങ്ങനെ തുടർച്ചയായിട്ട് ചൊല്ലുക. ഇടയ്ക്കിടെ, ഇത്ര എണ്ണം എന്നില്ല, ഇടയ്ക്കിടെ നമ്മുടെ ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യുക. ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊതുകയും ചെയ്യുക. ഇങ്ങനെ 12,000 പ്രാവശ്യം സലാമു ഖൗലം റബ്ബി റഹീം എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് നമ്മൾ ചൊല്ലുക. മനസ്സിലായില്ലേ? ഇത് ചെയ്താലും നമുക്ക് സിഹ്റിൽ നിന്ന്, ഏത് വലിയ സിഹ്റിൽ നിന്നും നമുക്ക് അല്ലാഹു രക്ഷ നൽകും ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തോടു കൂടെ ഒന്ന് ചൊല്ലി നോക്കും. പിന്നെ 12,000 ഒറ്റ ദിവസം കൊണ്ടല്ല ചൊല്ലി തീർക്കേണ്ടത്, അത് ദിവസങ്ങളെ കൊണ്ടാണ്. 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഇങ്ങനെ നമുക്ക് കഴിയുന്ന ദിവസങ്ങളെ കൊണ്ടാണ്. ഒരു ദിവസം ഇത്ര എന്ന് നമ്മൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു ദിവസം ഇത്ര ചൊല്ലി തീർക്കുക, അതുപോലെ പിറ്റേ ദിവസവും ഇങ്ങനെ ഇത്ര ദിവസങ്ങളെ കൊണ്ട് നമ്മൾ ചൊല്ലി തീർത്താൽ മതി. ഒറ്റ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണം എന്നില്ല. മനസ്സിലായില്ലേ? ഇടയ്ക്കിടെ ഊതാൻ മറന്നു പോകല്ലേ. 100 ആകുമ്പോൾ എന്നല്ല, 200 ആകുമ്പോൾ എന്നല്ല, ഇടയ്ക്കിടെ ഊതുക, അത് മറന്നു പോകല്ലേ. അപ്പോൾ ഏതായാലും ഇത് മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ ഒരു പ്രതിവിധി. രണ്ടാമത്തെ പ്രതിവിധി എന്നുള്ളത് ഇതേ ആയത്ത് തന്നെ ഡെയിലി നമ്മൾ ഒരു 150 പ്രാവശ്യം പതിവാക്കുക. 150 പ്രാവശ്യം, 150 150 സലാമു ഖൗലം റബ്ബി റഹീം സലാമു ഖൗലം റബ്ബി റഹീം സലാമു ഖൗലം റബ്ബി റഹീം എന്നിങ്ങനെ പതിവാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 150 കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തടവുക. ശരീരത്തിലേക്ക് ഊതിക്കൊണ്ട് ശരീരമൊക്കെ ഒന്ന് തടവുക. ഇൻഷാ അല്ലാഹ് ഈ അമലൊന്ന് ചെയ്തു നോക്കി. ഉറപ്പായിട്ടും ഏത് കൊടിയ സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാവേറിൽ നിന്നും, അസൂയയിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തോടു കൂടെ ചൊല്ലി ഉറപ്പായിട്ടും ഫലം നിങ്ങളെ തേടിയെത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.